തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഫ്രീഡം പ്രയർ ശുശ്രൂഷ 10ാം ദിവസത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ധാരാളം അനുഗ്രഹങ്ങൾ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്കായിട്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം യെശയ്യാ 66:2 ആണ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, കർത്താവ് നമ്മോട് പറയുകയാണ്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കണം. അപ്പൊ എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. കർത്താവിന്റെ കടാക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. നമ്മുടെ ആത്മീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കർത്താവിന്റെ കടാക്ഷം നമ്മളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ നിയോഗങ്ങളിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കർത്താവ് വ്യക്തമായി യെശയ്യാ 66:2 നമ്മളോട് പറയുകയാണ്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മനോഭാവങ്ങളെ കുറിച്ചാണ് ഈശോ ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇന്ന്. 1, എളിമ ഉണ്ടായിരിക്കണം. 2, അനുതാപം ഉണ്ടായിരിക്കണം. 3, വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് വലിയ ആദരവോടും ഭയഭക്തിയോടും കൂടെ വേണം ആ വചനം ശ്രവിക്കാൻ. ഇന്ന് കേരളത്തിൽ ധാരാളം വചന ശുശ്രൂഷകൾ ഉള്ളതിനാൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നതിനാൽ പലപ്പോഴും മറ്റു ടിവിയിലെ മറ്റു പ്രോഗ്രാമുകളൊക്കെ കാണുന്നത് പോലെ അങ്ങ് കണ്ടുപോകുന്നൊരവസ്ഥ നമ്മളിലൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ വചനവും ദൈവത്തിന്റെ വചനമാണ്. അത് ദൈവിക ശക്തിയുണ്ട്, സൗഖ്യദായക ശക്തിയുണ്ട്, വിടുതലിന്റെ ശക്തിയുണ്ട്. വളരെ പ്രാധാന്യത്തോടെ ഈ വചനം നമ്മൾ ശ്രമിക്കേണ്ടതാണെന്ന് ഓർമ്മിക്കുകയാണ്. അടിസ്ഥാനപരമായ 2 കാര്യങ്ങളാണ് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളോട് പ്രാർത്ഥിക്കുന്നവരോട് ആവശ്യപ്പെടുന്ന. 1, എളിമയുണ്ടായിരിക്കണം. അതിന് നമുക്ക് ഈശോ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ഉദാഹരണമുണ്ട്. വ്യക്തമായിട്ട് ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട മനോഭാവത്തെ കുറിച്ച്, പ്രാർത്ഥന സ്വീകാര്യമാകാനായിട്ട് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവത്തെ കുറിച്ച് ഈശോ പറയുന്ന ഒരു ഉപമയുണ്ട്. ലൂക്കാ 18:9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളില്. അവിടെ ഒരു ചുങ്കക്കാരനും ഒരു ഫരിസയനും പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ വരുന്നതിനെ കുറിച്ച് ഈശോ പറയുകയാണ്. ഫരിസയൻ വന്ന് ആ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെ കുറിച്ചും നന്മകളെ കുറിച്ചൊക്കെ ദൈവത്തോട് പറയുകയാണ്, അഭിമാനത്തോടെ പറയുകയാണ്. എന്നാൽ ചുങ്കക്കാരൻ വളരെ താഴ്മയോടുകൂടെ ദൈവസന്നിധി, കർത്താവ് ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞ് വളരെ താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. എന്നിട്ട് ഈശോ ഈ 2 വ്യക്തികളെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഈശോ പറയുകയാണ്, കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായിട്ട്, ദൈവത്തിന്റെ കടാക്ഷം ലഭിച്ചവനായിട്ട് മടങ്ങിപ്പോയത് ചുങ്കക്കാരനാണ്. നമ്മളുടെ ജീവിതത്തിന്റെ നമ്മൾ ചെയ്തു കൂട്ടുന്ന നന്മകള്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപപ്രവൃത്തികള്, അവയിലേക്ക് അല്ല ശരിക്കും പറഞ്ഞാൽ ദൈവം ശ്രദ്ധിക്കുന്നത്. മറിച്ച് ഇതെല്ലാം ചെയ്ത ശേഷം നമ്മുടെ മനോഭാവം എന്താണ്? നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനോഭാവം, അതാണ് ഈശോ പ്രധാനമായിട്ടും നോക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിന്റെ ഭാവങ്ങളാണ്, ഹൃദയത്തിന്റെ ഭാവങ്ങളാണ് ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കേണ്ടത് എന്ന സത്യം നമുക്ക് ഓർക്കാം. നമുക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നാലും, നമ്മൾ എന്തെല്ലാം ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നാലും, വചനമൊക്കെ കൃത്യമായിട്ട് വായിക്കുന്നവർ, ജപമാല ചൊല്ലുന്നവർ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ, മറ്റ് നോമ്പും ഉപവാസവും ആത്മീയ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നവരായിരുന്നാലും അതിലൊന്നും മേന്മ ഭാവിക്കാനായിട്ട് നമുക്ക് അവകാശമില്ല എന്ന സത്യം നമുക്ക് ഓർക്കാം. കാരണം എല്ലാം എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ചെയ്യുന്നത്, ദൈവാനുഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അറിവ് കിട്ടിയത് കൊണ്ടാണ്. ഇത് കാണാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ
അത് ആ ഒരു ഉപകരണം നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ്. എന്നാൽ ഇതില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. ദൈവം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ തന്നു, യൂട്യൂബ് തുറന്ന് ഇത് കാണാനായിട്ടുള്ള സംവിധാനം ഒരുക്കി തന്നു, ഇതിനെക്കുറിച്ച് അറിവ് തന്നു, ഇത് സ്വസ്ഥമായി ഇരുന്ന് കാണാനൊരു സൗകര്യം നിങ്ങൾക്ക് തന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അനുകൂലമായി വരുമ്പോഴാണ് ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, ഇതിലൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും പിന്നിൽ ദൈവത്തിന്റെ ഒരു കരം കാണുമ്പം, എൻ്റെ ദൈവമേ, ഇതെന്റെ കഴിവല്ല, നിന്റെ കൃപ കൊണ്ട്, നിന്റെ കൃപയാണ് അവിടെ പ്രവർത്തിച്ചത് എന്ന സത്യം തിരിച്ചറിഞ്ഞ് എളിമപ്പെടാനായിട്ട് സാധിക്കും. പക്ഷെ ഫരിസയനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതല്ല. ഫരിസയൻ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ ചുങ്കക്കാരനെ പോലെ അല്ല, മറ്റുള്ളവരെ പോലെ അല്ല എന്ന് നമ്മളൊക്കെ കുറെ ആത്മീയമായ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, കുറെ ബൈബിളൊക്കെ വായിച്ച്, അല്ലെ കുറെ ധ്യാനങ്ങളൊക്കെ കൂടി കഴിയുമ്പോൾ, കുറെ അറിവൊക്കെ കിട്ടി കഴിയുമ്പോൾ, കുറെ പ്രാർത്ഥിച്ച് കുറച്ച് കർത്താവിന്റെ പ്രസാദ വരങ്ങളെല്ലാം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളെന്തോ ആണ്, നമുക്ക് മറ്റുള്ളവരെ പോലെ അല്ല നമ്മള്. അപ്പം ഞാനായിട്ട് ഉപവസിച്ചു, ഞാനായിട്ട് പ്രാർത്ഥിച്ചു, ഞാനായിട്ട് ഇത്രയും വചനമൊക്കെ കേട്ടു, ധ്യാനിച്ചു, ഞാൻ നേടിയെടുത്തതാണ്, അങ്ങനെ ഒരു ചിന്ത വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റനേകർക്ക് ലഭിക്കാത്ത അവസരങ്ങളും അനേകർക്ക് ലഭിക്കാത്ത സൗകര്യങ്ങളും എല്ലാം നൽകി ദൈവം എന്തിനോ വേണ്ടി നമ്മളെ ഒരുക്കി കൊണ്ടുവന്നിരിക്കുകയാണ്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നത്. 1 കൊരിന്തോസ് 15:10 പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, ഞാനല്ല അധ്വാനിച്ചത്, ദൈവകൃപയാണ് അധ്വാനിച്ചത്. തിരിച്ചറിവോട് സ്വയം എളിമപ്പെട്ട് പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാണ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നാണ് അവിടെ പൗലോസ്ലീഹ പറയുന്നത്. ശരിക്കും ഒരു ആത്മീയ മനുഷ്യന്റെ ശരിയായ ആത്മീയത പരിശീലിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഇത് തന്നെയാണ്. യഥാർത്ഥമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ എല്ലാത്തിനും പിന്നിൽ ദൈവമില്ലേ? ദൈവം ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ കഴിവുകളായിരുന്നാലും, ബുദ്ധിയുടെ കഴിവുകളായിരുന്നാലും, മനസ്സിന്റെ അവസ്ഥയായിരുന്നാലും, ഭൗതിക സാഹചര്യങ്ങളായിരുന്നാലും, നമ്മൾ നേടിയത് എന്ത് എടുത്തു നോക്കിയാലും അതെല്ലാം ദൈവത്തിന്റെ കൃപയാൽ സംഭവിക്കുന്നതല്ലേ, ക്രമീകരിച്ച് തരുന്നതല്ലേ. അനേകർക്ക് ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിൽ ദൈവം കൃപകളും അനുഗ്രഹങ്ങളും തരുന്നുണ്ട്. ഇതിനെ തിരിച്ചറിഞ്ഞ് എളിമയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുമ്പോഴാണ്, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് പുതിയ പുതിയ കൃപകളിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. 1 കൊരിന്തോസ് 4:7 ഇപ്രകാരം നമ്മൾ വായിക്കുന്നത്, നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? എനിക്ക് കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, അറിവുണ്ട്, സമ്പത്തുണ്ട്, അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ടാകാം. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവം ദാനമായി തന്നതാണ് എന്നൊരു മനോഭാവം നമ്മുടെ ഉള്ളിൽ നിറയുന്നില്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളായിട്ട് മാറും. ദൈവത്തിന്റെ മുമ്പിൽ പോയി നമുക്ക് അഹങ്കാരം തോന്നും, ഞാൻ ഇത്രയൊക്കെ ചെയ്തതല്ലേ, എന്നിട്ട് ദൈവം എന്നോട് ഇങ്ങനെ കാണിക്കും. ഇതൊക്കെ അഹങ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചത് ദൈവകൃപയാലല്ലേ? ദൈവം അങ്ങനെ ഒരു അവസരം തന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. രോഗിയായിരുന്നെങ്കിൽ ഉപവസിക്കാൻ പറ്റുമായിരുന്നോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ കർത്താവ് നമ്മളോട് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ആത്മാവിൽ എളിമയുണ്ടായിരിക്കണം. എളിമ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എളിമ അഭിനയിച്ചാൽ പോരാ, പുറമെ കാണിച്ചാൽ പോരാ. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66 വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും. അനുതാപം കാണിച്ചാൽ പോരാ, എളിമ കാണിച്ചാൽ പോരാ, എളിമ ആത്മാവിലുണ്ടായിരിക്കണം. കാരണം ദൈവം നോക്കുന്നത് ആത്മാവിലേക്കാണ്. യഥാർത്ഥത്തിലെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന സത്യം മനസ്സിലാക്കി എളിമയോടുകൂടിയാണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്, വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുന്നത്? രണ്ടാമത്തെ കാര്യം അനുതാപമാണ്. ആത്മാവിൽ അനുതാപം. അനുതാപം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം തെറ്റുകള്, പിഴവുകള്, പാളിച്ചകള് നമ്മുടെയൊക്കെ ജീവിതത്തില് ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട്. വിചാരത്താലും, വാക്കാലും, പ്രവൃത്തിയാലും, ഉപേക്ഷയാലുള്ളത് നമ്മൾ ഓർക്കുന്നില്ല പലപ്പോഴും.
എന്തുമാത്രം പാടില്ല. ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മളെ കാണുമ്പോഴാണ്, ദൈവമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എന്നെ തന്നെ നോക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ വീഴ്ചകളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ ദിവസവും അല്ലെങ്കിൽ അനുനിമിഷം എന്ന് പറയാം, അനുദപിക്കാനുള്ള വക നമ്മുടെ ജീവിതത്തിലുണ്ട്, അനുദപിക്കാനുള്ള പോരായ്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ പോരായ്മകളെല്ലാം ക്ഷമിച്ചുകൊണ്ടല്ലേ ഓരോ നിമിഷവും ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നത്, ഓരോ പുതിയ പ്രഭാതവും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ കുറവുകളും തെറ്റുകളും കുറ്റങ്ങളും പാളിച്ചകളും എല്ലാം സാരമില്ല, എൻ്റെ മക്കളല്ലേ, അവര് ബലഹീനരല്ലേ, അവർക്ക് അത്രയല്ലേ അറിവുള്ളൂ എന്ന് കരുതി ഒരു പിതാവായ ദൈവം നമ്മളെ അവിടുത്തെ സ്വന്തം മക്കളായി കണ്ട് ക്ഷമിക്കുന്നത് കൊണ്ടല്ലേ, കരുണ കാണിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് ഈ ഭൂമിയിലെ സമാധാനത്തോടെ, കുറച്ചെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ ഓർത്തു കഴിയുമ്പോൾ ആഴമായ അനുതാപം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. കാരണം ദൈവം ക്ഷമിച്ച ഒരു പാപിയാണ്. നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും, എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും, ഞാനും നിങ്ങളും സത്യത്തിൽ ദൈവം ക്ഷമിച്ച പാപികളാണ്. ദൈവത്തിന്റെ വലിയ കരുണയാണ് നമ്മളെ പ്രകാരമാക്കിയിരിക്കുന്നതെന്ന് സത്യമോർത്തുകൊണ്ട് അനുനിമിഷം അനുതാപത്തോടുകൂടെ ആത്മാവിൽ അനുതാപം ഉണ്ടായിരിക്കുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക എന്നാണ് ഈശോ പറയുന്നത്. അതുപോലെ ഈശോ വ്യക്തമായിട്ട് പറയുന്നില്ലേ, അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ തൻ്റെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയുമ്പോൾ, ഞാൻ ആരാണെന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ അവൻ അനുതാപം വരും ദൈവസന്നിധിയിൽ. അപ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. അവനായിരിക്കുന്ന അവസ്ഥയിൽ അവൻ ബോധ്യപ്പെട്ട് ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അത് വലിയ മാനസാന്തരങ്ങളിലേക്ക്, വലിയ ദൈവിക ഇടപെടലുകൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് ആത്മാവിൽ എളിമയുണ്ടാകണം, ആത്മാവിൽ അനുതാപം ഉണ്ടാകണം. ഇത് രണ്ടും വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകി വരാൻ തുടങ്ങും. ദൈവിക പ്രവർത്തനം നമ്മൾ നടക്കാനായിട്ട് അത് കാരണമായി തീരും എന്ന സത്യം നമുക്ക് ഓർക്കാം. ഇനി അനുതാപം എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് അനുതാപം അല്ലെങ്കിൽ പശ്ചാത്താപം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ മനസ്താപം, അനുതാപം, പശ്ചാത്താപം എന്നൊക്കെ പറയുന്നത് എന്താണ്? ശരിക്കും നമ്മൾ ചെയ്ത തെറ്റ്, ആ തെറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ, എൻ്റെ ദൈവമേ, നീ തന്ന ഈ ജീവിതത്തിൽ ഈ തെറ്റ് വഴി നിന്നെ ഞാൻ വേദനിപ്പിച്ചല്ലോ. ഈ തെറ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ കഴിവ് കൊണ്ടാണോ? ദൈവം തന്ന കഴിവ് ഉപയോഗിച്ചാണ് സത്യം ഓർക്കണം. ഈ കൈ കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ കൈ ദൈവം തന്നതാണ്, ദൈവം തന്ന കൈ കൊണ്ടാണ് ചെയ്യുന്നത്. നാവ്, ശബ്ദം, സംസാരിക്കാൻ പറ്റാത്തവർ എത്രയോ പേരുണ്ട്. പക്ഷെ നമ്മുടെ നാവ് ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം പറയുന്നു ഓരോ ദിവസവും. ദൈവം തന്ന കഴിവാണ് മിസ്യൂസ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഓർത്ത് നോക്കി, ദൈവം തന്ന ബുദ്ധി കൊണ്ട് ദൈവത്തിനെതിരായി ചിന്തിക്കും. അങ്ങനെ ദൈവം തന്ന കഴിവ് ഉപയോഗിച്ച് തന്നെ ദൈവത്തിനെതിരായി, പൈശാചിക ശക്തികളുടെ പ്രേരണയ്ക്ക് വിധേയമായി നമ്മൾ അങ്ങനെ ചെയ്യുകയാണ്. ദൈവത്തിന് എത്രമാത്രം വേദന ഉണ്ടാകും. നമ്മളൊരു പേന വാങ്ങി ഒരു കൊച്ചിന് കൊടുക്കും വിചാരിക്കും, നമ്മുടെ കുഞ്ഞിന് കൊടുക്കും. ആ കുഞ്ഞ് ആ പേന ഉപയോഗിച്ച് ഭിത്തിയിലൊക്കെ, വീടിന്റെ ഭിത്തിയിലോ നമ്മുടെ ഡ്രസ്സിലോ ഒക്കെ ഭിത്തി വരെ ചെയ്യുമ്പോൾ നമുക്കെന്ത് വിഷമം തോന്നും. ഇതേപോലെയാണ് ദൈവം തന്ന കഴിവുകളെല്ലാം നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതുപയോഗിച്ച് നമ്മൾ എന്തുമാത്രം തെറ്റുകൾ ഓരോ നിമിഷം ചെയ്യുന്നു വരുമ്പോൾ, എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ വേദനിപ്പിച്ചല്ലോ എന്നോർത്ത് നമ്മുടെ ഉള്ളിലെ കരച്ചിലാണ് പശ്ചാത്താപം, മനസ്താപം. മനസ്സ് തപിക്കുന്നതാണ് മനസ്താപം. മനസ്സ് തപിക്കുമ്പോൾ കരയാതിരിക്കാൻ പറ്റില്ല, മനസ്സ് വേദനിക്കുമ്പോൾ കരയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുമ്പസാരത്തെ കരച്ചിലിന്റെ കൂലാശ എന്ന് പറയുന്നത്. പാപത്തെ ഓർത്ത് കരഞ്ഞിട്ട് വേണം കുമ്പസാരിക്കാൻ എന്ന് വ്യക്തമായിട്ട് നമ്മുടെ നല്ല കുമ്പസാരത്തിനുള്ള കാര്യങ്ങളിലെ രണ്ടാമത്തെ കാര്യമായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർത്ത് നോക്കണം, ഇത്രയും കാലം കുമ്പസാരിച്ചിട്ട് എന്നെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? കരച്ചിൽ വന്നിട്ടുണ്ടോ? കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഒരു സത്യം നമ്മൾ ഓർക്കണം, ഇന്നേ വരെ നമ്മൾ കുമ്പസാരിച്ചിട്ടില്ല. കാരണം കുമ്പസാരം എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കും. സഭയെയാണ് കുമ്പസാരം എന്ന കൂദാശ കൈകാര്യം ചെയ്ത് അതിലൂടെ യേശുക്രിസ്തു സ്ഥാപിച്ച പാപമോചന അധികാരം ഉപയോഗിക്കാനായിട്ട് സഭയെയാണ് ഈശോ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സഭ നമ്മളോട് പഠിപ്പിക്കുകയാണ്, നല്ല കുമ്പസാരത്തിന് 5 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, പാപങ്ങൾ ക്രമമായി ഓർക്കണം. ഓർത്താൽ മാത്രം പോരാ, പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കണം, കരയണം. നമ്മൾ ബൈബിളിൽ കാണാം, മഗ്ദലന മറിയം അല്ലെ, പാപിനിയായ സ്ത്രീ ഈശോയുടെ പാദത്തെങ്കിൽ വന്നിരുന്ന് കരയുന്നു, പാപത്തെ ഓർത്ത് കരയുവാണ്. ആ കണ്ണീര് കൊണ്ട് പാദങ്ങൾ കഴുകി മുടിയോട് തുടച്ച് തൈലം പൂശി ഈശോ അവളോട് പറയണം, നിന്റെ നിരവധിയായ പാപങ്ങൾ
ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവിൽ അനുതാപമുള്ളവർക്ക് പാപത്തെ ഓർത്ത് കരയാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ, എനിക്ക് ജീവിതം തന്നാനേ. അതുപോലെ നമുക്ക് കാണാം ഈശോയുടെ ശിഷ്യന്മാര് വിശുദ്ധ പത്രോസും യൂദാസും രണ്ടുപേരും ഗൗരവതരമായ തെറ്റാണ് ചെയ്തത്. യൂദാസ് ഒറ്റിക്കൊടുത്തു, പത്രോസ് തള്ളിപ്പറഞ്ഞു 3 തവണ. പക്ഷേ ഇവിടെ പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് മാറി. യൂദാസിന് എന്ത് സംഭവിച്ചു നമുക്കറിയാം. അവൻ നശിച്ചു, സ്വയം നശിച്ചു. കാരണം എന്താണ്? പത്രോസിനെ കുറിച്ച് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അവൻ കോഴി കൂവുന്നത് കേട്ടപ്പോൾ ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത്, ഈശോയുടെ വചനം ഓർത്ത് അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. കരച്ചിലൊരു സ്നേഹത്തിന്റെ പ്രകടനമാണ്. എത്രമാത്രം ആഴമായ സ്നേഹം ഒരു വ്യക്തിയോടുണ്ടോ, ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വേദന സംഭവിച്ചു, നമ്മൾ കാരണം വേദന സംഭവിച്ചു എന്നറിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം സ്നേഹമുണ്ടോ അത്രമാത്രം കരച്ചിൽ വരും, വിഷമം വരും. ഈശോയോട് ആഴമായ സ്നേഹം, ആഴമായ ബന്ധമുള്ളവർക്ക് തങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ കരച്ചിൽ വരും. ആ കരച്ചിലിന്റെ പേരാണ് മനസ്താപം, അനുതാപം, പശ്ചാത്താപം എന്നൊക്കെ പറയുന്നത്. അതെനിക്കുണ്ടോ എന്ന് പരിശോധിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഴമായ അനുതാപത്തോടെ, ആത്മാവിൽ എളിമയോടെ കർത്താവിൻ്റെ ഈ വചനങ്ങൾ ഭയഭക്തിയോടെ, വിറയലോടെ കേട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി നമുക്ക് നമ്മുടെ മരിച്ചവർക്ക് വേണ്ടി, ശുദ്ധിയുള്ള സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ വലിയ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ മരിച്ചവരുടെ ആത്മാക്കൾ അവരുടെ ജീവിതത്തിലെ കറകളും നീങ്ങി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അത് കാരണമായി തീരും എന്ന സത്യമോർത്തുകൊണ്ട് യെശയ്യാ 66:2 മനസ്സിൽ ധ്യാനിച്ച് ഈ ദിവസം പ്രത്യേകമായിട്ട് ആത്മാവിൽ എളിമ നിറയ്ക്കാം, മനസ്സിൽ അനുതാപം നിറയ്ക്കാം, ദൈവസന്നിധിയിൽ അനുഗ്രഹീതരാകാം. നിങ്ങൾ ആയിരിക്കുന്ന എവിടെയായിരുന്നാലും അവിടെ ഇരുന്നോട്ട് ഉറക്കെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ എന്നോടൊപ്പം ഉറക്കെ സ്തുതിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ സ്തുതിക്കുക. കർത്താവ് ആത്മാവിലേക്കാണ് നോക്കുന്നത്. ആത്മാവിൽ നിറഞ്ഞ അനുതാപത്തോടെ എളിമയോടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവേ, അങ്ങ് തരുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു, അങ്ങ് തരുന്ന ഈ ബോധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് അങ്ങ് നൽകിയ എല്ലാ വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ആത്മാവിൽ വലിയ എളിമ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആ ചുങ്കക്കാരനെ പോലെ നിന്റെ തിരുമുമ്പാകെ നിൽക്കാനുള്ള കൃപ നൽകണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ. പാപിനിയായ സ്ത്രീയെ പോലെ, ആ പത്രോസ്ലീഹായെ പോലെ ഉള്ളുനൊന്ത് അനുതാപത്തോടെ അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുവാണ് കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ മരിച്ചവരെ അങ്ങ് നിത്യശാന്തിയിലേക്ക് കൊണ്ടുപോകണം, നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. മാറും ക്ഷീണന്മാരും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളുടെയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ, തിരുസഭ മുഴുവൻ കത്തി